നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതായത് NID, അവിടെ ഒരു അഡ്മിഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 12ാം ക്ലാസ്സിന് ശേഷം നമ്മൾ NIDയുടെ UG എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമുണ്ട്. അതിന് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുക, NID UG DAT. ഇതിൽ 2 ലെവലിൽ ഈ എക്സാം നടക്കും. ഒന്നെന്ന് പറയുന്നത് പ്രിലിംസ് ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് മെയിൻ ആണ്. ഈ പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്കകത്ത് പല വിഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊരു പെൻ ആൻഡ് പേപ്പർ മോഡ് ടെസ്റ്റ് ആണേ. 3 മണിക്കൂറുണ്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാനായിട്ട്. ഇതിൽ MCQ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ MCQനകത്ത് നമുക്കിപ്പോൾ MCQനകത്ത് മാത്രമല്ല 2 മേഖലയിലും നമുക്ക് ചോദിക്കുക ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിസൈൻ സെൻസിബിലിറ്റിയിലെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ, നമ്മുടെ ക്രിയേറ്റീവ് എബിലിറ്റി അളക്കാനുള്ള ചോദ്യങ്ങൾ, നമ്മുടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അളക്കാനുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക. ഈ ഡിസ്ക്രിപ്റ്റീവിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ സ്കെച്ച് ചെയ്യേണ്ടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണിത്. പക്ഷേ എന്താണ് ഇതിൻ്റെ മോഡെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് കുറച്ചെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. കാരണം സീറ്റുകൾ കുറവാണ്. ഈ പ്രിലിംസ് പരീക്ഷ പാസ്സായാൽ മാത്രമേ നമ്മൾ സെക്കൻഡറി ലെവലിലേക്ക് പോകുള്ളൂ. ആ മെയിൻ എക്സാമിനകത്താണ് സ്റ്റുഡിയോ ടെസ്റ്റ് ഉള്ളത്. ഈ സ്റ്റുഡിയോ ടെസ്റ്റ് എന്താണെന്ന് ഇതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അവിടെ നമ്മൾ പോർട്ട്ഫോളിയോ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.